അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിന്റെ പവിത്രമായ സ്മരണകളിൽ ഒന്നാണ് ബദർ എന്ന് പറയുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദാത്തമായ മാതൃക കൈമാറുന്ന പവിത്രമായ ഒരു സമൂഹത്തിന്റെ പേരാണ് അഹ്ലു ബദർ എന്ന് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിന്ന് സത്യം ജയിക്കുന്നതിനും അസത്യത്തെ നിരാകരിക്കുന്നതിനും വേണ്ടി സന്ധിയില്ലാ സമരം നടത്തിയ ഒരു യുദ്ധത്തിന്റെയും അതുപോലെയുള്ള പ്രതിരോധത്തിന്റെയും എല്ലാം മാതൃകയുള്ള അടയാളമാണ് ബദർ. മനുഷ്യാവകാശങ്ങൾ ഹനിക്കാതെ, മനുഷ്യരോടുള്ള നീതിക്ക് തടസ്സം നിൽക്കാതെ, തന്റെ കുഞ്ഞുങ്ങളോടും സമൂഹത്തിലെ സ്ത്രീകളോടും അവശരായവരോടും നിരാലംബരോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോട് പോലും കടമയും കടപ്പാടും പാലിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് യുദ്ധരംഗത്ത് പോലും നിലകൊള്ളാം എന്ന് ലോകത്തെ പഠിപ്പിച്ച അതുല്യമായ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട ബദർ എന്ന് പറയുന്നത്. ബദർ ഒരു ത്യാഗപൂർണമായ സമർപ്പണത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, അവനിൽ സമർപ്പിക്കുന്നവർക്ക് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ സർവശക്തനായ തമ്പുരാൻ കരുത്തു പകരുമെന്നുള്ള നന്മയുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ മഹത്തായ ഉദാഹരണമാണ് ബദർ എന്ന് പറയുന്നത്. ഒരു ധർമ്മസമരം എന്നതിനപ്പുറത്തേക്ക് ബദർ നമ്മളെ പഠിപ്പിക്കേണ്ടത് അവരുയർത്തിക്കാട്ടിയ മൂല്യങ്ങളെ കുറിച്ചാണ്. ക്ഷമയുള്ള, ത്യാഗമുള്ള വിശ്വാസികൾ. ഇശ്റൂന സാബിറൂൻ യഗ്ലിബൂ മിഅതൈൻ. ക്ഷമയുള്ള 20 പേര് 200 പേരെ അതിജീവിക്കാൻ കരുത്തുള്ളവരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് നേരിനു വേണ്ടി പൊരുതേണ്ടത്. അധർമ്മിയായ ഭരണാധികാരിയുടെ മുന്നിൽ പോലും മനസാന്നിധ്യത്തോടെ, തികഞ്ഞ മനസാക്ഷിയോടെ തിരിച്ച് സത്യം പറയാൻ പറ്റുന്ന, നേരിനു വേണ്ടി നിലകൊള്ളാൻ പറ്റുന്ന, അരുതായ്മകളോട് അരുത് എന്ന് പറയാൻ കഴിയുന്ന നിശ്ചയദാർഢ്യം ഒരു വിശ്വാസിക്ക് കൈവരണമെന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, പ്രചോദനമാണ് ബദർ എന്ന് പറയുന്നത്. ബദറിൽ പങ്കെടുത്തവർ അത്രമേൽ പ്രിയപ്പെട്ടവരാകുന്നത് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന് അവരെ കുറിച്ചും പരിപൂർണ തൃപ്തിയാണ്. അന്യോന്യം പരാതി പറയാത്തവരാണ്, പരിഭവങ്ങൾ ഇല്ലാത്തവരാണ്. അവർ ജീവിതത്തിന്റെ വിധികളോടും സാഹചര്യങ്ങളോടുമെല്ലാം പൊരുത്തപ്പെട്ട് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വിശ്വാസികളിൽ ഒരു നന്മയുടെ അടയാളമായി പ്രിയപ്പെട്ട ബദറിന്റെ ത്യാഗസ്മരണകളുടെ ഭാഗമായ ബദറിലെ പോരാളികളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം. ഈ പ്രതിസന്ധികളുടെ കാലത്ത്, പ്രയാസങ്ങളുടെ ലോകത്ത് നീതിയും സത്യവും നന്മയും ക്ഷമയും ത്യാഗവും പഠിക്കുന്ന അത്തരമൊരു ആത്മീയ ഉണർവ് നേടിയെടുക്കുന്ന വിശ്വാസികളായി മാറാൻ എന്നെയും നിങ്ങളെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ധാർമ്മികമായ ഒരു ഉണർവിന്റെ പേരാണ് പ്രിയപ്പെട്ട ബദർ എന്നത്. അള്ളാഹു അത്തരമൊരു ഉണർവും മൂല്യവും ജാഗ്രതയും നമുക്ക് പകർന്നു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.